കൊച്ചിയിൽ വീണ്ടും ശക്തമായ മഴ. വിഷ്ണു സുരേഷ് കൊച്ചിയിലെ ഉണിച്ചിറയിൽ നിന്നും തത്സമയം ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, പകൽ മഴ മാറി നിൽക്കുകയായിരുന്നു. പലയിടങ്ങളിലും ഇന്നലെ ഉണ്ടായ വെള്ളക്കെട്ട് മാറി തുടങ്ങിയിരുന്നു. ഇപ്പോൾ വീണ്ടും ശക്തമായ മഴയാണോ? വിഷ്ണു, കേൾക്കാമോ? ശക്തമായ മഴയാണോ ഇപ്പോൾ? വിഷ്ണു പറഞ്ഞോളൂ, കേൾക്കാം. കൊച്ചിയിൽ വീണ്ടും മഴ ശക്തമായിരിക്കുന്നു. രാവിലെ മുതൽ കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമായിരിക്കുകയാണ്. ചെറിയ വെള്ളക്കെട്ടുകളും ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലവിൽ ഉണിച്ചിറ മേഖലയിലാണ്. ഉണിച്ചിറ മേഖലയിൽ ഇന്നലത്തെ പെയ്ത മഴയിൽ ശക്തമായ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പാണ് മഴ ആരംഭിച്ചത്. അപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ റോഡിലേക്ക് വെള്ളം ഇരച്ചെത്തുന്ന കാഴ്ചയാണ്. ഒരു പക്ഷേ ഈ മഴ വരും മണിക്കൂറിൽ തുടരുകയാണെങ്കിൽ വീണ്ടും ഈ പല മേഖലകളിലും ഇന്നലെ വെള്ളക്കെട്ടുണ്ടായ പല മേഖലയിലും വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുക തൃക്കാക്കര, കളമശ്ശേരി, ഇടപ്പള്ളി മേഖലകളിലായിരിക്കും. ഇന്നലെ അവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത്. ഇന്ന് പല മേഖലകളിലും ഇന്നലെ ഒഴിച്ചെത്തിയ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതും ഒരു വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായി നിൽക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ മഴ ശക്തമായി പെയ്യുകയാണ്. യെല്ലോ അലർട്ട് മാത്രമാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ ഉള്ളതെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഒരു റെഡ് അലർട്ടിന്റെ പ്രതിനിധി നൽകുന്ന മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റ് മുമ്പ് മഴ ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടും ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വരും മണിക്കൂറിൽ മഴ തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഹൈക്കോടതി ഉൾപ്പെടെ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിഗണിച്ചിരുന്നു. അപ്പോഴെല്ലാം കോടതി വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ജലസ്രോതസ്സുകളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, അതാണ് കൊച്ചിയിലെ വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാരണമായി ഉയർത്തിപ്പിടിക്കുന്നത്. എന്തുകൊണ്ട് ഈ മാലിന്യങ്ങൾ മാറ്റിയില്ല, ഓടകൾ വൃത്തിയാക്കിയില്ല എന്ന ചോദ്യം ഇന്നലെയും അതിനു മുമ്പുള്ള മഴയിലുമെല്ലാം നാട്ടുകാരും അതോടൊപ്പം കോടതിയെല്ലാം ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ ഇനിയും സർക്കാരിനോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ആയിട്ടില്ല. മഴ കൂടുതൽ ശക്തമായി വരുന്നു. ഈ ഓടകളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ അതേപടി തന്നെ കിടക്കുകയും ചെയ്യുന്നു. അത് വലിയ പ്രതിസന്ധി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഇതിനോടകം തന്നെ ചില തദ്ദേശ സ്ഥാപനങ്ങൾ, മരട് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ ഓടകൾ വൃത്തിയാക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് നന്നേ വൈകിപ്പോയി എന്നാണ് ആളുകൾ പറയുന്നത്. ഇനി മഴ ശക്തമായി വരുന്നു. മറ്റിടങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വഹിച്ച് ഈ ഓടകളിലേക്ക് ഉൾപ്പെടെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഇത് മഴക്കാലപൂർവ്വ ശുചീകരണം പരാജയപ്പെട്ടതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എത്രത്തോളം ശുചീകരണം സാധ്യമാകുമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. വെള്ളക്കെട്ടുകൾ പലയിടങ്ങളിലും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ വീണ്ടും. വേണു, ഇന്നലെ ഇൻഫോ പാർക്കിൽ അടക്കമുള്ള സാഹചര്യം പറയുന്നുണ്ടായിരുന്നു. നിലവിൽ അവിടെയും വെള്ളം കയറിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ ഇൻഫോ പാർക്കിൽ വെള്ളം കയറിയിട്ടില്ല. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. ഇന്നലെ നമുക്കറിയാം 2.5 മണിക്കൂർ മഴ പെയ്തതിന്റെ ശക്തിയും കാഠിന്യവും എല്ലാം 150 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ പെയ്തത്. 2.5 മണിക്കൂർ കൊണ്ടാണ് ഇന്നലെ ഇൻഫോ പാർക്കിൽ വെള്ളം കയറിയത്. അതിന് പ്രധാനമായും ഇൻഫോ പാർക്ക് അധികൃതർ കഴിഞ്ഞ തവണ വെള്ളം കയറിയപ്പോൾ പറഞ്ഞത് അവിടുത്തെ ഡ്രെയിനേജും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബണ്ട് പൊട്ടിക്കാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ്. എന്നാൽ അതല്ല കാരണമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ മഴ. എന്താണ് കാരണമെന്ന് കണ്ടെത്താൻ ഇനിയും ആയിട്ടില്ല. പക്ഷേ നിലവിൽ ഇൻഫോ പാർക്കിൽ വെള്ളം കയറി തുടങ്ങിയിട്ടില്ല. മഴ ശക്തമായി തുടർന്നാൽ ഉറപ്പായും ഇൻഫോ പാർക്കിൽ വെള്ളം കയറും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ ഇനിയും സ്വീകരിക്കാത്തതാണ് ആ പ്രതിസന്ധിക്ക് കാരണം. നേരത്തെ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം ഇൻഫോ പാർക്ക് അധികൃതരും കരുതിയിരുന്നത് തൊട്ടടുത്തുള്ള കോഴിച്ചിറ ബണ്ടാണ് ഈ പെട്ടെന്നുള്ള വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ്. 23-ാം തീയതി അത്തരത്തിലൊരു വിശദീകരണമാണ് ഇൻഫോ പാർക്ക് സിഇഒ പുറത്തുവിട്ടത്. ഇനി അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും ആ വിശദീകരണത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വീണ്ടും 2.5 മണിക്കൂറിൽ പെയ്ത മഴയിൽ ഇൻഫോ പാർക്കിൽ ഉണ്ടായത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ടെക്കികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയാണ്. അവർക്ക് ജോലി ഉൾപ്പെടെ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ വരും മണിക്കൂറിൽ മഴ ശക്തമായാൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. വേണു, കൊച്ചിയിൽ വീണ്ടും ശക്തമായ മഴ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകി.